7 ഘട്ടമായി പ്രഖ്യാപിക്കപ്പെട്ട 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഭാഗം പൂർത്തിയായപ്പോൾ ബിജെപിയും പരിവാരങ്ങളും പരാജയഭീതി മണത്തു എന്ന് തന്നെ പറയാം. നിരീക്ഷണങ്ങളും രാഷ്ട്രീയ അവലോകനങ്ങളും വസ്തുതാന്വേഷണ പഠനങ്ങളും കണക്കുകളുടെയും സർവേകളുടെയും പിൻബലത്തോടെ സത്യാവസ്ഥ തുറന്നു കാട്ടിയപ്പോൾ പരിഭ്രാന്തി അല്പം കൂടിപ്പോയി. അതിപ്പോൾ അതിരുവിട്ട പ്രവൃത്തികൾക്ക് വഴികാട്ടിയെന്ന് പറയാം. ഒരുതരം വർഗീയ ലാഭം ഒഴുക്കി പിടിച്ചു നിൽക്കലായി പിന്നീടുള്ള പരിശ്രമങ്ങളിലൂടെ പുതിയ ക്ഷേത്രങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകളുടെയും വിമാനത്താവളങ്ങളുടെയും കേന്ദ്ര സ്ഥാപനങ്ങളുടെയും ഇസ്ലാമിക് പശ്ചാത്തലമുള്ള സ്ഥലങ്ങളുടെയും പേരുമാറ്റം, ജനസംഖ്യാ പ്രവണതകളുടെ ദുർവ്യാഖ്യാനം എന്നിങ്ങനെ രാജ്യത്താകെ കലാപവിത്ത് വിതറി. 2024 ദേശീയ ജനാധിപത്യ സഖ്യം 400 സീറ്റ് ഉറപ്പിച്ചാൽ മധുര കൃഷ്ണ ജന്മഭൂമിയിലും വാരണാസി ജ്ഞാൻവാപി മസ്ജിദിലും നിർബന്ധമായും ക്ഷേത്രങ്ങൾ പണിയുമെന്ന് BJP നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ ജാർഖണ്ഡിലെ ബഖോറയിൽ പ്രഖ്യാപിച്ചത് ഇക്കഴിഞ്ഞ ദിവസമാണ്. 2019 വോട്ടെടുപ്പിൽ 300 സീറ്റ് കിട്ടിയാൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് അക്കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിരുന്നു. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയ അനുച്ഛേദം 370 റദ്ദാക്കുകയും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുകയും ഉണ്ടായി. രാജ്യത്തെ സംഘപരിവാർ സംഘടനകൾക്കും കാവ്യ പ്രസ്ഥാനങ്ങൾക്കും ഇനിയും ഏറെ കാര്യങ്ങൾ ഏറ്റെടുക്കാനുണ്ട്. ജൂൺ 4 വോട്ടെണ്ണലിന് ശേഷം ഇക്കുറി 400 സീറ്റ് ലഭിച്ചാൽ പാക് അധീന കാശ്മീർ ഇന്ത്യയിൽ ചേർക്കുമെന്നും പൊതുയോഗത്തിൽ അനുയായികളുടെ ആർപ്പുവിളികളുടെ അകമ്പടിയോടെ ഹിമന്ത വ്യക്തമാക്കി. ഭരണ സംവിധാനങ്ങൾ ദൈവത്തിന്റെ അഭേദ്യ ഭാഗമാണെന്നും അതിക്രൂരന്മാരായ അവരുടെ നേതൃത്വങ്ങൾ പലപ്പോഴും ദിവ്യശക്തിയുടെ പ്രതിപുരുഷന്മാരാണെന്നും തുടർച്ചയായി അവകാശപ്പെടാറുണ്ട്. അതിന് പല വേഷവും കെട്ടും. അപരിഷ്കൃതരെ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലേക്ക് കൈപിടിച്ചു നടത്തിക്കാൻ ദൈവം തങ്ങളെ ചുമതലപ്പെടുത്തിയതാണെന്ന് ശഠിക്കും. ജനഹിത പരിശോധനയായ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ ജാതിയും മതവും വിശ്വാസവും അനാചാരങ്ങളും വലിച്ചെറിഞ്ഞ് കൂട്ടിക്കലർത്തരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നതിനിടെ തന്നെ ഭൂമിയിലേക്ക് അയച്ചതാണെന്ന പ്രസ്താവനയുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാനൽ അഭിമുഖം കൊഴുപ്പിച്ചത്. വരാനിരിക്കുന്ന വൻ അപകടത്തിന്റെ മുന്നൊരുക്കമാണ്. ദൈവം തന്നെ ഭൂമിയിലേക്ക് അയച്ചതാണെന്നിരിക്കെ എന്തു കാര്യം ചെയ്യുമ്പോഴും ആ ശക്തി വഴി കാട്ടുകയാണ്. ദൈവത്തിന്റെ ഉപകരണമായ തന്റെ ഊർജം ജൈവികമല്ല, ദൈവം കനിഞ്ഞു നൽകിയതാണ്. ഏതൊരാളെ പോലെയും താൻ ജീവശാസ്ത്രപരമായി ജനിച്ച ആളാണെന്നാണ് അമ്മ ജീവിച്ചിരിക്കവേ കരുതിയിരുന്നത്. എന്നാൽ അവരുടെ വിയോഗശേഷം തന്റെ അനുഭവങ്ങൾ മുൻനിർത്തി ആലോചിച്ചപ്പോൾ ദൈവമാണ് തന്നെ അയച്ചതെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു എന്നാണ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലെ മോദിയുടെ വാദം.